ചെങ്ങളായി വളക്കയിൽ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ വാഹനത്തിന് യന്ത്രത്തകരാർ ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തി. ചെങ്ങളായി വളക്കയിൽ 11-കാരിയുടെ മരണത്തിലും 14 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ അപകടം സംഭവിച്ച സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ വാഹനത്തിന് യന്ത്രത്തകരാറുകളൊന്നും തന്നെ നിലവിലില്ലെന്ന് വ്യക്തമായി. 300 മീറ്ററോളം കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണ വിധേയമായതിനേക്കാൾ വേഗതയിലായിരുന്നു വാഹനം സഞ്ചരിച്ചത്. വാഹനം തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അംഗൻവാടിക്ക് സമീപം വെച്ച് സ്കൂൾ ബസിന്റെ ഇടതുഭാഗം മതിലിൽ ഇടിക്കുകയും ചെയ്തു. ഇതോടെ വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട് സംസ്ഥാന പാതയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഇന്നലെ വാഹനം പരിശോധിച്ചിരുന്നു. അപ്പം ഒരു ഇരുട്ടായതുകൊണ്ട് കുറച്ചും കൂടി പകൽ പരിശോധിക്കാൻ വേണ്ടി ഇന്ന് എത്തിയിരിക്കുകയാണ്. അത് ജോയിൻ്റ് RTO, ഇരിട്ടി, തളിപ്പറമ്പ് MVI, എൻഫോഴ്സ്മെൻറ്റ് MVI, AMVIമാർ എല്ലാവരും തന്നെ ഉണ്ട്. വാഹനം പരിശോധിച്ചു. ഏകദേശം 300 മീറ്ററോളം സ്റ്റീപ്പായ ഇറക്കത്തിലാണ് ആ വാഹനം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വളവും കൂടിയുണ്ട്. ആ വളവിന് തൊട്ട് മുമ്പായിട്ട് അംഗൻവാടീൻ്റെ മതിലിൽ വാഹനത്തിൻ്റെ ഇടതുവശം തട്ടി പിന്നെ വളവ് തിരിക്കുമ്പം വലത്തേക്ക് മെയിൻ റോഡിലേക്ക് മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ഇവിടെ വാഹനം സംബന്ധിച്ച് ബ്രേക്ക് തകരാറുകളോ വാഹനത്തിന് മെക്കാനിക്കൽ ഫെയിലുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. നിസാം എന്ന വ്യക്തിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഇയാൾ അപകട സമയത്തിന് സെക്കൻഡുകൾക്ക് മുൻപ് തന്റെ മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടത് ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടാതെ ഇയാൾ അപകടത്തിന് തൊട്ടു മുൻപ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ വാഹനത്തിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ന് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം.